ഒറ്റപ്പാലം നഗരസഭയിൽ ലൈസൻസ് പുതുക്കൽ പ്രതിസന്ധി. ഹരിത കർമ്മസേന യൂസർ ഫീ കുടിശ്ശിക. ഒറ്റപ്പാലത്ത് വ്യാപാര ലൈസൻസ് പുതുക്കൽ വിഷയത്തിൽ വ്യാപാരികൾ പ്രതിഷേധം. ഒറ്റപ്പാലം നഗരസഭാ പരിധിയിൽ ഹരിത കർമ്മസേനയുടെ യൂസർ ഫീ കുടിശ്ശികയുള്ള സ്ഥാപനങ്ങളുടെ ലൈസൻസ് പുതുക്കി നൽകില്ലെന്ന നഗരസഭയുടെ കർശന നിലപാട് വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുന്നു. മാലിന്യം ഉൽപ്പാദിപ്പിക്കാത്ത സ്ഥാപനങ്ങൾ പോലും നിർബന്ധമായും ഫീസ് അടയ്ക്കണമെന്ന നിബന്ധന അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് വ്യാപാരി സംഘടനകൾ. ഹരിതകർമ്മസേനയ്ക്ക് നൽകാനുള്ള യൂസർ ഫീ അടച്ചു തീർത്താൽ മാത്രമേ വ്യാപാര സ്ഥാപനങ്ങളുടെ ലൈസൻസ് പുതുക്കി നൽകൂ എന്ന് നഗരസഭ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനായി ഹരിതകർമ്മസേനയിൽ നിന്നുള്ള NOC നിർബന്ധമാക്കി. പല ചെറുകിട സ്ഥാപനങ്ങളും അജൈവ മാലിന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നില്ലെന്നും എന്നാൽ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പോലും നൽകാത്ത സ്ഥാപനങ്ങളിൽ നിന്ന് മാസം തോറും ഫീ ഈടാക്കുന്നത് നീതിയല്ലെന്നും വ്യാപാരികൾ ആരോപിക്കുന്നു. യൂസർ ഫീ നൽകാത്തതിന്റെ പേരിൽ ലൈസൻസ് തടഞ്ഞുവെക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരമില്ലെന്ന മുൻ കോടതി വിധികൾ ചൂണ്ടിക്കാട്ടിയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധിക്കുന്നത്. ലൈസൻസ് പുതുക്കൽ തടസ്സപ്പെട്ടതോടെ പല വ്യാപാര സ്ഥാപനങ്ങളും നിയമവിരുദ്ധമായി പ്രവർത്തിക്കേണ്ടി വരുന്ന സാഹചര്യം ഉടലെടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നഗരസഭയ്ക്ക് മുമ്പിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് വ്യാപാരികളുടെ തീരുമാനം. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും അത് ലൈസൻസുമായി ബന്ധിപ്പിച്ച വ്യാപാരികളെ ദ്രോഹിക്കുന്ന നടപടി നഗരസഭ പിൻവലിക്കണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ്, സെക്രട്ടറി മുഹമ്മദ് സലീം, ട്രഷറർ സുരേഷ് ബാബു എന്നിവരുടെ നേതൃത്വത്തിലാണ് വ്യാപാരികൾ നിവേദനം നൽകിയത്. നിവേദനം നൽകുന്നതിന് മുൻപായി നഗരസഭ ചെയർപേഴ്സൺ ജയസുധയെയും വൈസ് ചെയർമാൻ രാജേഷിനെയും വ്യാപാരികൾ ആദരിച്ചു. വ്യാപാരികളുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഹരിക്കുമെന്ന് ഭരണകർത്താക്കൾ വാക്കു നൽകി. ഗവൺമെന്റ് കണ്ടെത്തിയിരിക്കുന്നത് വേസ്റ്റുകൾ ഇല്ലാത്ത സ്ഥാപനങ്ങൾ ഇല്ല എന്നതാണ്. എന്നാൽ അതിന്റെ ഒരു പ്രായോഗികത ഗവൺമെന്റ് മനസ്സിലാക്കാത്തതുകൊണ്ടാണോ മന്ത്രിതലത്തിൽ മനസ്സിലാക്കാത്തതുകൊണ്ടാണോ എന്ന് അറിയില്ല. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് വേസ്റ്റ് ഇല്ലാത്ത കടകളുണ്ട്. എന്നാൽ അത് വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ പോലും ഹരിതകർമ്മസേന ഒരിക്കലും ഹരിതകർമ്മസേനക്ക് കൊണ്ടാക്കാനോ മുനിസിപ്പാലിറ്റി നിശ്ചയിക്കുന്ന ആളുകൾക്ക് കൊണ്ടുപോകാനോ അതിനൊരു അതോറിറ്റി തന്നെ ഒരു കമ്പനി ആയിട്ട് എടുക്കാൻ പറ്റുന്ന വേസ്റ്റുകളാണ് ബാർബർ അസോസിയേഷന്റെ വേസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ആ വേസ്റ്റുകൾ അവരിൽ നിന്ന് കളക്ട് ചെയ്യുന്നില്ല. വർഷങ്ങളായിട്ട് ഗവൺമെന്റിനോട് പറയുന്ന കാര്യമാണ് അവർ എടുക്കണം എന്നുള്ളത്. എന്നാൽ അത് അവർ വലിയ ഭീമമായ തുക മാസം കൊടുത്തിട്ടാണ് മറ്റൊരു അതോറിറ്റി ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള ഒരു കമ്പനിക്ക് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കൂടെ ഇപ്പൊ അവരുടെ DNO ലൈസൻസ് റിന്യൂവലിന് ഹരിതകർമ്മസേനയുടെ കുടിശ്ശിക തീർക്കണം എന്നുള്ളതാണ്. ഒരു വർഷത്തിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1700 അപ്പൊ അതൊരു പ്രായം. രണ്ടാമത്തേന്ന് പറയുന്നത് ലൈറ്റ് ഇൻഡസ്ട്രിയൽ വിഭാഗം വരുന്ന ആളുകൾ, ഫുഡ് ഇതാണെങ്കിലും ചെയ്യുന്ന ആളുകളുണ്ട്. അവർ കാർപ്പൻറ്റേഴ്സ് ആയിട്ട് ചെയ്യുന്ന ആളുകൾ, ഇൻഡസ്ട്രിയലായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ വേസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഹരിതകർമ്മസേനക്ക് കൊണ്ടുപോകാൻ